ഹേ ഗൈസ് അസ്സലാമു അലൈക്കും. ഞാൻ പോകുന്നത് കാസർഗോഡേക്ക്. എന്തില്ലെങ്കിൽ നമ്മളെ പുതിയ പേരുടെ പണിയെല്ലാം ആവാനായി. അപ്പോൾ അടുത്തേക്കുള്ള കുറച്ച് ഐറ്റംസും ഞാൻ കാലിച്ച് നമ്മൾ നേരെ പോകുന്നില്ല. ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ ഉമ്മാവും ബ്രദേഴ്സും ഇട്ട് പോകുന്നില്ല കാസർഗോഡേക്ക്. പിന്നെ ഇതില്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ പാട്ട് കണ്ണൂർ സിനിത്താൻ്റെ പാട്ടില്ല പിന്നെ എന്ത് കഥ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടം പാട്ട്. അങ്ങനെ ആ പാട്ടും വെച്ചിട്ട് നമ്മൾ കുറേ കഥയെല്ലാം വിസിയെല്ലാം പറഞ്ഞോളൂ നമ്മൾ നേരെ പോകുന്നില്ല. പിന്നെ നമ്മൾ ആദ്യം പോയ ഷോപ്പിൻ്റെ പേര് എനിക്കറിയാലോ, പക്ഷെ നമ്മൾ വിജയിച്ച ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട്. അൽക്കമിഷനും കാര്യമെല്ലാം അവിടെ ഉണ്ട്. മാത്രം അവർ ഡെലിവറി ചെയ്തിരില്ല, നമ്മൾ വന്നിട്ട് എടുക്കണമല്ലോ. അപ്പം നിന്നില്ലെങ്കിൽ നമുക്കത് ശരിയാവല്ല, നമുക്ക് ബന്തെടുക്കത്തേക്ക് എത്തണ്ടേ. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് സാധനം നോക്കിയിട്ട് മൈജിക്ക് പോയിട്ട് നമ്മൾ നേരെ പോകുന്നില്ല. അങ്ങനെ അങ്ങനെ അവിടെ ഞങ്ങൾ വിട്ട് പിന്നെ അടയിൽ ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ കുടിയിൽ മുപ്പിത്താൻ്റെ മോള് പിന്നെ അപ്രീനെ കണ്ട്. അങ്ങനെ അപ്രീനോട് കുറച്ച് സമയം മുണ്ടി. പിന്നെ എൻ്റെ നമ്മൾ നേരെ പോയത് മൈജിക്ക് കയറിയ പിന്നെ സമയം പോകുന്നത് അറിയാലോ കേട്ടോ. അത്ര ഐറ്റംസ് ഉണ്ട്, എന്തോ ഒരു പാങ്ങന്നെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞങ്ങൾ കുറേ അങ്ങനെ ഐറ്റംസ് എല്ലാം നോക്കി. ഗ്യാസ് അടുപ്പ് വേണം, മറ്റേ അൽക്കമിഷന്, ഗ്ലാസ്, കുക്കർ, അങ്ങനത്തെ എല്ലാം നോക്കാനായിട്ട് നമ്മൾ പോയത്. അങ്ങനെ എന്തില്ലെങ്കിലും ഇല്ല. പിന്നെ ഞാൻ എൻ്റെ ഈ വീഡിയോസ് കാണുമ്പോൾ എല്ലാവർക്കും വിചാരിക്കും ഓക്കെ എന്തായിനെ എന്ത് കഥയാണെന്നല്ലോ. ഇത് എൻ്റെ ഒരു സന്തോഷത്തിന്, എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടിയാവാ. ഇത് എപ്പോൾ വേണമെങ്കിൽ ഞാൻ നിർത്തുകയും ചെയ്യും, അത് വേറെ കഥ. പിന്നെ നമ്മൾ നെഗറ്റീവ് നോക്കാനും നമ്മൾ പറയുന്നതും ചെയ്യുന്നതെല്ലാം നോക്കാനും കളിയാക്കാനും ഇഷ്ടം പോലെ ആളുണ്ടാവും. മാത്രം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യല്ല. ഇത് എൻ്റെ ഇഷ്ടം, നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എന്തെങ്കിലും പിന്നെ നമ്മൾ സന്തോഷിച്ചോട്ട് നമുക്ക് ആരും ഒന്നും കൊടുത്തരല്ല. പിന്നെ ഞാൻ നേരെ പോയത് ഇവിടത്തേക്ക്. ഇവിടെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ എപ്പോൾ 1000 4 ടോപ്പ് എലിയിട്ട് നമുക്ക് കാണില്ല. അങ്ങനെ നമ്മൾ നേരെ അടുത്തേക്ക് കുറേ ആയി ഞാൻ പോകണം വിചാരിക്കുന്നത്. അങ്ങനെ ഇന്നലെ അതിലേ പോകുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ജസ്റ്റ് കയറടായിട്ട് നമുക്ക് കയറിയാൽ. പിന്നെ അവിടെ ഞാൻ 2 ടോപ്പ് എടുത്ത്. നല്ല മെറ്റീരിയലും കാര്യമല്ല, പക്ഷേ അവിടെ എല്ലാം തീർന്നിട്ടുണ്ട്, എല്ലാം വരേണ്ട എത്രയില്ലേ. പിന്നെ നമ്മൾ നേരെ പോയത് നാഷണൽ എത്തിയിട്ടാകുമ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പിനൊരു തട്ടെല്ലാക്കിന് അതിന് കണക്കാക്കിയിട്ടുള്ള സാധനം വേണം. അങ്ങനെ അതും അവിടെ നിന്ന് തന്നെ കിട്ടി. അൽക്കമിഷനും കിട്ടി. മാഷാ അല്ലാഹ് എല്ലാം നല്ല ഉമ്മ വിജയിച്ച പോലെ തന്നെ കിട്ടി. ഉമ്മക്ക് എല്ലാം കുറച്ച് വലുത് വേണം, ഇല്ല ഇങ്ങനെ ബ്ലാങ്കറ്റ് അങ്ങനത്തെ എല്ലാം നനക്കാൻ ഇതെല്ലാം കുറച്ച് നല്ല തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയത്. പിന്നെ എന്തെങ്കിലും അതിന് കണക്കായിട്ടുള്ള ഗ്യാസ് അടുപ്പും കിട്ടി. മാഷാ അല്ലാഹ് നല്ല ഉണ്ട്, എന്ത് മോശമില്ല. പിന്നെ നമ്മൾ എടുത്ത ഗ്യാസ് അടുപ്പ് അത്, പിന്നെ ഇത് അൽക്കമിഷൻ, നമ്മൾ എടുത്ത അൽക്കമിഷൻ ഇത് ഇവരെന്തെങ്കിലും നമുക്ക് നേരെ ഇവിടെ എത്തിച്ചേരും ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ തന്നെ ഫിക്സ് ആക്കി. പിന്നെ അവിടെ പെരക്ക് വേണ്ട അത്യാവശ്യ സാധനം കുക്കർ, പാത്രം, ഗ്ലാസ് അങ്ങനത്തെ എല്ലാം മേടിച്ച്. പിന്നെ ഇസാബേബിക്ക് ബെൻറ്റ് നമ്മൾ കുറേ ബൈതിന്. പിന്നെ അവിടുന്ന് ബില്ലും കാര്യമെല്ലാം ആക്കിയിട്ടായിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് ഗോൾഡൻ ബേക്കറിയിലേക്ക്. പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പിള്ളേർക്കെല്ലാം ബെൻത്തിന് കുറേ ബൈതി നമ്മൾ നേരത്തെ വന്നിന്. പിന്നെ എന്തെങ്കിലും അവിടുന്ന് ഫുഡും കഴിച്ചിട്ടായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് പിന്നെ പോകുന്ന വഴിക്ക് ഇത് കണ്ട്. പിന്നെ ചുമ്മുന വണ്ടി എടാ നിർത്തിച്ചിട്ടായിട്ട് മേടിച്ചാണ്. മാഷാ അല്ലാഹ് നല്ല ഉണ്ടായിന്. പൈനാപ്പിൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ മാങ്ങ, ഇങ്ങനത്തെ പുളിമുട്ടായി, നെല്ലിക്ക, ഇങ്ങനത്തെ ഓരോരോ ഐറ്റംസ് എല്ലാം എടുത്തിട്ടായിട്ട് പിന്നെ നമ്മൾ നേരെ പോയി വണ്ടിയിലേക്ക്. എന്തിപ്പോൾ അങ്ങനെ ഫുള്ള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മീൻ തിന്നുണ്ടായ ഓർമ്മയെല്ലാം വന്നു. പിന്നെ നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്നില്ല.